ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് താറാവ് മപ്പസാണ് ചെയ്യാൻ പോകുന്നത്. ഗോവൻ സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ താറാവ് മപ്പസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഗോവൻ സ്റ്റൈലിലുള്ള വളരെ സ്വാദിഷ്ടമായ താറാവ് മപ്പാസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ 2 താറാവിനെയാണ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ശരിക്ക് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കാഷ്യൂസ് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മപ്പാസ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 6 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 10-20 വെളുത്തുള്ളിയും ഒരു 4-5 നീളത്തിലുള്ള ഇഞ്ചി ഞാൻ നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചൊക്കെ ഇടുകയാണെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടിക്കടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇളക്കി കൊടുത്ത് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. 2 വലിയ താറാവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാലകൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഏതാണ്ട് 2 താറാവും കൂടി ഒരു 4 കിലോൻ്റെ അടുത്ത് തൂക്കമുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ 2 വലിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരുന്ന വരെ തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വിനീഗറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി ആ മസാലകളെല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം.
ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങ് 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കിയിട്ടില്ല. ഒരു ഉരുളൻകിഴങ്ങ് 4 ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാ ഉരുളൻകിഴങ്ങൊക്കെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതേപോലെ ഞാൻ വലിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഡക്ക് വെന്ത് വരുമ്പോഴേക്കും പൊട്ടറ്റോയും വേവ് കറക്റ്റായിരിക്കും. വലുതാക്കി കട്ട് ചെയ്തിടുക. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടി, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഈ തട്ടിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡക്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലേ ആ മസാലയൊക്കെ എല്ലായിടത്തും കറക്റ്റായിട്ട് പിടിച്ച് വെന്ത് കിട്ടുള്ളൂ. വീണ്ടും ആ മൂടി തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് വെള്ളം അതിന് ഇല്ലെങ്കിൽ അതിലുള്ള വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഉള്ള വെള്ളം വെച്ച് തന്നെ മൂടി വയ്ക്കുക. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കാനായിട്ട് തുറന്നതാണ്. ഗ്രേവി കുറച്ചും കൂടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ കശുവണ്ടി അരച്ച് പേസ്റ്റാക്കി ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ഡക്ക് വേവുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. മാത്രമല്ല ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഗോവൻ സ്റ്റൈലിലുള്ള താറാവ് മപ്പാസിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഇതിൽ കാഷ്യൂസ് അരച്ച് ചേർക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂടി വെക്കണമെന്നില്ല, തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം കുക്കായിട്ടുണ്ട്. കാരണം നമ്മൾ കുക്കായി ഒന്ന് നോക്കാൻ വേണ്ടി ഈ പൊട്ടറ്റോയും ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇവിടെ ഒരു മുറി തേങ്ങ ഞാൻ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തലപ്പാലും 2ാം പാലും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ തലപ്പാൽ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ചെല്ലായിടത്തെത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കാഷ്യൂസ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്കിനി നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് നമ്മുടെ താറാവ് മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഗോവൻ സ്റ്റൈൽ താറാവ് മപ്പാസ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ദിവസം. കാരണം കറക്റ്റായിട്ടും നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.